സാർ, ഇന്ന് ശബരിമല മകരവിളക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ പൊങ്കലാണ്. അങ്ങനെ ഇന്ന് വളരെ ഏറെ പ്രത്യേകതയുള്ളൊരു ദിവസം. ശബരിമല മകരവിളക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സീസൺ കൂടി അവസാനിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്താ പറയുക, കേരള സമൂഹത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത നിരവധി ഇഷ്യൂസിൻ്റെ സംഭവങ്ങളുടെ കാലമായിരുന്നു. സാർ, എൻ്റെ ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പേട്ടതുള്ളൽ, ഇന്നലെ പേട്ടതുള്ളലായിരുന്നല്ലോ, ഇന്ന് മകരവിളക്കാകുമ്പോൾ ഇന്നലെ പേട്ടതുള്ളലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ആ പേട്ടതുള്ളൽ സംഘം ശബരിമലയിലേക്ക് എത്തുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ പോലീസ് തല്ലിയതായി, പേട്ടതുള്ളൽ സംഘത്തിലെ ഒരു വൃദ്ധനെ തല്ലിയതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഇത്തരത്തിൽ ഓരോ സീസൺ കാലത്തും പോലീസ് ഭക്തരെ തല്ലുന്നതായിട്ടുള്ള വാർത്തകളാണ്. അതിൽ തല്ലുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇങ്ങനെ ശബരിമലയാണ്, അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, അവിടെ വരുന്നത് ദൈവത്തെ തൊഴാനാണ്, അല്ലാതെ പോലീസിനോട് തള്ളാനോ പോലീസിനോട് ഇടിയുണ്ടാക്കാനോ വരുന്നതല്ല. ഭക്തിയുടെ നിറവിൽ, ഭക്തിയുടെ ഒരു മനസ്സുമായി പിന്നെ അമ്പലത്തിലേക്ക് വരുമ്പോൾ അവരെ ഒരു കുറ്റവാളികളെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽസിനെ ഒക്കെ തല്ലുന്നത് പോലെ ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത രീതിയിൽ പോലീസ് പെരുമാറുന്നത് ഇന്നും ഇന്നലെയല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ പ്രൊഫഷണലിസം ഏത് കാര്യത്തിനും മുക്കിനും മൂലയിലും പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും, അതായത് ആഗോള അയ്യപ്പ സംഗമം തന്നെ ഈ ഗവൺമെന്റ് നടത്തിയത് എന്തിനാണ്? ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യാൻ, അയ്യപ്പനെ അങ്ങ് ഭക്തിയുടെ നിറവിൽ അങ്ങ് പരിപോഷിപ്പിക്കാനായിട്ട് ഇറങ്ങിയ സർക്കാരാണ്. അത് വ്യാജമാണെന്ന്, നമുക്ക് ഇല്ലാത്ത ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ പോകുന്നു, ഭക്തർക്ക് വേണ്ട എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കാട്ടിക്കൂട്ടിയ ആഗോള അയ്യപ്പ സംഗമം കാറ്റ് പോയ ബലൂണ് പോലെ പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, പ്രൊഫഷണലിസം ഇല്ലാത്ത പോലീസ് ഇങ്ങനെ ഇത്തരത്തിൽ സാറ് അല്പം മുമ്പ് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇങ്ങനെ പ്രൊഫഷണലിസം തീരെ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായതാണോ, അത് ഒരു ഗവൺമെൻറ് മാറിപ്പോകുന്നതിന്, അതായത് സർക്കാർ മാറാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മനഃപൂർവ്വം ഒരു കശപിശയുണ്ടാക്കി സർക്കാരിന് ഒരു അവമതിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതാണോ? സാർ, ചോദ്യം ഇത്തിരി കടന്നുപോയി, ക്ഷമിക്കുക. അല്ല, അയ്യപ്പദാസ് ചോദിച്ചതുപോലെ ഇതിൽ ഇന്നലെ പോലീസിന്റെ മർദ്ദനം, പോലീസിന്റെ ഒരു ഗുണ്ടാരാജ് ശബരിമല സന്നിധാനത്ത് ഉണ്ടായി എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു പരാതി, ഒരു വാർത്ത ഒക്കെ ഇന്ന് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു. അത് അവിടുത്തെ പരമ്പരാഗത ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിനിടയിലാണ്. അപ്പം ഈ ആചാര ലംഘനത്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് ആചാരം തടസ്സപ്പെടുത്തിയതിന് പോലീസുകാരെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കൗതുകത്തോടെ ഞാൻ ഇരിക്കുകയാണ്. എന്തായാലും ശരി, അതീവ ദുഃഖകരമായ ഒരു സംഭവവികാസമാണ് ശബരിമലയിൽ നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശബരിമലയുടെ സന്നിധാനത്ത് 18ാം പടിയിലും താഴെയും ഒക്കെ നിൽക്കുന്ന പോലീസുകാർ ഇത്തരത്തിൽ ഭക്തരെ മർദ്ദിക്കുന്നു, ഭക്തരോട് അസഭ്യം പറയുന്നു, വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അവരുടെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ അപാകതയായിരിക്കാം, പ്രൊഫഷണലിസം അതിൻ്റെ അപാകത, അതിൻ്റെ കുറവായിരിക്കാം. അതല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ഒന്നുകിൽ സർക്കാരിനെതിരായിരിക്കാം, അതല്ലെങ്കിൽ സർക്കാർ ഇവിടെ വരുന്ന തീർത്ഥാടകരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്ന് ഉള്ള ചിന്തയുള്ള, അതായത് വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ട് ഈ അമിതമായിട്ട് ഇടതുപക്ഷ സ്നേഹം കാണിക്കുന്നവരാവാം. അതല്ലെങ്കിൽ ഇവർക്ക് മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടാവാം. സേനയ്ക്കുള്ളിലെ അച്ചടക്കമില്ലായ്മയുടെ ഒരു പ്രതിഫലനമാകാതെ. അങ്ങനെ എന്തായാലും ശരി, അതൊരു സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ്. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ, ശബരിമലയിലെ സർക്കാർ സംവിധാനങ്ങളുടെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് ഭക്തന്മാർക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമം. ഇന്ന് രാവിലെ ഞാൻ പല മാധ്യമങ്ങളിലും ഈ വാർത്ത വായിക്കുമ്പോൾ, ഇന്നാണ് ശബരിമലയിലെ ഏറ്റവും മഹനീയമായ ദിവസം, ഇന്ന് മകരവിളക്ക് നടക്കുന്നു. അയ്യപ്പദാസ് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഇത് പൊങ്കലാണ്, വടക്കേ ഇന്ത്യയിലാകെ മകരസംക്രാന്തി, ബംഗാള്, അതുപോലെ ആസാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കൾ ഇവരെല്ലാം തന്നെ മകരസംക്രാന്തി ആയിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. എനിക്ക് ആസാമിൽ നിന്നുള്ള ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ മകരസംക്രാന്തി ആശംസയാണ് അയച്ചത്. അപ്പം ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ദിവസം, ആ ദിവസം ഇങ്ങനെയാണോ പെരുമാറേണ്ടത്?
അത് അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ്. അതായത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് ശബരിമലയിലേക്ക് ആഗോളതലത്തിൽ തീർത്ഥാടകരെ ആകർഷിക്കാനായിട്ട് അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ, ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ, ആ സർക്കാർ ഇത്തരം കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, അതായത് ആ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ആ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന സംഗമങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഫലം? കുറച്ച് വിദേശ മലയാളികളെയും മറ്റു സംസ്ഥാനത്തെ മന്ത്രിമാരെയും ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല അങ്ങ് വികസിക്കുക. ആദ്യം വേണ്ടത് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരോട് മാന്യമായിട്ട് പെരുമാറുക. ദൗർഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടുണ്ട്, പോലീസ് പല ഹിന്ദു ക്ഷേത്രങ്ങളിലും വിന്യസിക്കുന്ന പോലീസ് അതീവ ഗുരുതരമായ സംഘർഷങ്ങളിലേക്ക് ചെന്നു ചാടും. ഈ മധ്യ തിരുവിതാംകൂറിലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ്. അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ അടിയുണ്ടായി, ഭീകരമായ അടി. അങ്ങനെ ഭീകരമായ അടി ഉണ്ടായിട്ട് പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു, നാട്ടുകാർക്ക് പരിക്ക് പറ്റുന്നു. ഇതൊക്കെ പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. എന്താ ഇതിന്റെ രഹസ്യം? അപ്പൊ എനിക്ക് തോന്നുന്ന അടിസ്ഥാനപരമായിട്ട് ക്ഷേത്രോത്സവത്തിലോ അല്ലെങ്കിൽ അതിന് സഹായത്തിന് ഭക്തന്മാരെ സഹായിക്കാനോ നിയോഗിക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല കേരള പോലീസ്. കേരള പോലീസിനെ അതിന് പുറത്തുള്ള സെക്യൂരിറ്റിയിലേക്ക് നിർത്തിക്കൊണ്ട് അകത്ത് പ്രത്യേക ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അവരൊരു വോളണ്ടിയർ ഫോഴ്സിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംവിധാനത്തെയോ ഒന്നുകിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം പോലീസിന് പലയിടത്തും പോലീസ് മുറ തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നലെ ഈ അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിന് പരമ്പരാഗതമായിട്ട് സർക്കാരും ദേവസ്വം ബോർഡും കൊടുത്ത അധികാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടത് വിശിഷ്ട അതിഥികളായിട്ട് തന്നെ ആയിരിക്കും. കാരണം അവർ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവർ വന്നിട്ട് കുറച്ച് പേക്കോലം തുള്ളുവല്ല. പക്ഷെ അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. ഈ നമ്മൾ റോഡിൽ വെള്ളം അടിച്ച് കിടന്ന ആൾക്കാർ കിടന്ന് ബഹളം വെക്കുന്ന അതേ മാനസികാവസ്ഥയിലായിരിക്കും പോലീസ് ഇവരെയും കാണുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഇതിനകത്തിലെ പ്രശ്നം. അപ്പൊ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ശരിയായ ബോധമില്ലാത്ത ഒരു വിഭാഗത്തെ അവിടത്തെ പ്രതിസന്ധികൾ നിയന്ത്രിക്കാനായിട്ട് കൊണ്ടു നിർത്തുമ്പോൾ അവർക്ക് അതും ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. അതായത് ഇങ്ങനെ ഒരു വിഭാഗത്തിനെ അവിടെ കൊണ്ടു നിർത്തുന്നതിന് മുമ്പ് അവർക്ക് സ്വാഭാവികമായ ട്രെയിനിങ് ഇല്ല. അവിടെ നിയോഗിക്കുമ്പോൾ ഇവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ച് കൃത്യമായിട്ട് അവിടെ പോകാൻ തയ്യാറുള്ളവരും ഈ പ്രതിസന്ധിയിൽ മനസംയമനമുള്ള അവരുടെ പ്രീവിയസ് റെക്കോർഡ് പരിശോധിച്ച് കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ വേണം ഈ പോലീസിനെ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ കാണുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു KAPയുടെ ഒരു ബറ്റാലിയൻ മറ്റിടത്തുനിന്ന് കുറെ പേരെ വിളിക്കുകയാണ്. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലാത്തി ചാർജ് ചെയ്യാൻ വിളിക്കുന്ന പോലെ വിളിക്കുക, അതല്ല വേണ്ടത്. ഇനി ചോദിച്ചോളൂ. അല്ല സാർ, ഞാനിങ്ങനെ കാടന്മാരെന്നൊരു വാക്ക് പറയാൻ വേണ്ടിയായിരുന്നു. കാടന്മാർ ഇവരൊക്കെയാണോ ശബരിമലയിലെ സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന കാടന്മാർ എന്നൊരു വാക്ക് പറയാൻ വേണ്ടിയായിരുന്നു സാർ, അല്ലാതെ വേറൊന്നുമില്ല. അല്ല, കാടന്മാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കാട്ടിലുള്ളവർക്ക് ഇതിനേക്കാൾ ഒക്കെ ഒരുപാട് മാന്യതകളുണ്ട്. ഇപ്പം ഈ മൃഗങ്ങളെ തന്നെ നോക്കുക. കാട്ടിലെ മൃഗങ്ങൾക്ക് ഇപ്പൊ രാജവെമ്പാലയ്ക്ക് രാജവെമ്പാലയുടേതായ രീതിയുണ്ട്. അതൊരിക്കലും മനുഷ്യനെ കടിക്കില്ല. ഈ പത്തിയുള്ള മൂർഖൻ പാമ്പും രാജവെമ്പാലയും മനുഷ്യനെ കടിക്കുമ്പോൾ രാജവെമ്പാല കടിച്ച് ഈ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 പേരെ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ തിരുവനന്തപുരം മൃഗശാലയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. മൃഗശാലയിലെ ജീവനക്കാരനാണ്. രാജവെമ്പാല കടിക്കാൻ വിസമ്മതിച്ചിട്ട് അതിനെ കൊണ്ട് നിർബന്ധിച്ച് പ്രകോപനം ഉണ്ടാക്കി കടിപ്പിക്കുകയായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് രണ്ടും ഏത് സാഹചര്യത്തിലാണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കാടത്തരമല്ല, ഇത് പോലീസ് തരവോ അങ്ങനെ വല്ലതും വേണം പറയേണ്ടത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഇതിൽ സ്പെഷ്യൽ ട്രെയിനിങ് ഇവർക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കണം. ഇപ്പൊ ശബരിമലയിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ പുല്ലുമേട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി. പോലീസ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പിന്നെ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും നിയോഗിക്കപ്പെടുന്ന പോലീസ് പലപ്പോഴും നിരുത്തരവാദപരമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ പെരുമാറുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, പുറ്റിങ്ങൽ ദുരന്തത്തില് എന്നോട് ആ കാലഘട്ടത്തിലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറയുന്നത്, നിങ്ങൾ പത്രക്കാര് വളരെ നിരുത്തരവാദപരമായിട്ടാണ് പുറ്റിങ്ങൽ ദുരന്തം വിഷയം റിപ്പോർട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അങ്ങനെ പറയാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഈ ദുരന്തത്തിൽ
ഒരു പോലീസുകാരന് പോലും പരിക്കേറ്റില്ല. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തില്ല? തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടും ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടും എനിക്ക് ഈ വിഷയം പറയുന്നതിന് പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇവിടെ ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊരു ചോദ്യമാണ്. അതായത് ഒരു ക്ഷേത്രോത്സവം നടക്കുമ്പോൾ അവിടെ ഒരു വെടിക്കെട്ട് നടക്കും. ആ വെടിക്കെട്ട് ഏറ്റവും മുന്നിൽ നിന്ന് ജനങ്ങളെ വലയം തീർത്ത് ആ ജനങ്ങൾ ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പോലീസാണ്. തീർച്ചയായിട്ടും. അതായത് ആ വെടിക്കെട്ട് തീരുന്നിടം വരെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷെ ഒരൊറ്റ പോലീസുകാരന് പോലും വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റില്ല. ഇപ്പൊ രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് സ്ഥലം വിട്ടതാ, അവര് സ്വന്തം തടി രക്ഷിച്ചു. അതല്ലെങ്കിൽ ക്രമസമാധാനത്തിൽ വീഴ്ച വരുത്തി. രണ്ടായാലും പോലീസുകാര് ഈ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. അത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് പറഞ്ഞ ഒരു മുൻ MLA കൂടെയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ട്, കാരണം അദ്ദേഹം സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ വിമർശനാത്മകമായിട്ട് അദ്ദേഹം എന്ന് വെച്ചിട്ട് ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്ന പാർട്ടി അച്ചടക്കത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്നോട് ചൂണ്ടിക്കാണിച്ചത് അതീവ ഗൗരവമായ, അദ്ദേഹം പറയുക, എന്തിനാ ഈ നാട്ടിൽ പത്രക്കാരൊക്കെ പിന്നെ ഉള്ളത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ആഭ്യന്തരമന്ത്രിയൊക്കെ ചോദിച്ചില്ല? അതിന് ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ ഉണ്ടായിരുന്നു, SP ഉണ്ടായിരുന്നു, ഇവരാരും എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്ഷേത്രോത്സവങ്ങളിൽ വിന്യസിക്കപ്പെടുന്ന പോലീസ് ഒരു കാരണവശാലും അതിന് നിയന്ത്രിക്കാൻ പ്രൊഫഷണലിസം ഇല്ലാത്തവരാണ്. അവര് സാധാരണ കുറ്റവാളികളെ, അതായത് പോലീസ് സ്റ്റേഷനിലെ കള്ളന്മാരെയും പോക്കറ്റടിക്കാരെയും പിടിച്ചുപറിക്കാരെയും ഒക്കെ കാണുന്ന അതേ കണ്ണുകൊണ്ട്, അതേ ഭാഷ ഉപയോഗിച്ച്, അതേ ആറ്റിറ്റ്യൂഡിലാണ് 18ാം പടിയിൽ നിന്ന് അവർ ജോലി ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടേക്ക് വിന്യസിക്കപ്പെടുന്ന ആൾക്കാരെ ആദ്യം അവരോട് അവരുടെ സമ്മതം ചോദിച്ച് വോളണ്ടിയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് സ്പെഷ്യൽ ഒരാഴ്ചത്തെങ്കിലും അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് അവരുടെ മുൻകാല റെക്കോർഡുകൾ പരിശോധിച്ച് അങ്ങനെ കൃത്യമായിട്ട് ഒരു ഗ്രൂപ്പിനെ എപ്പോഴും കേരള പോലീസ് സന്നദ്ധമാക്കണം. കാരണം കേരളത്തിൽ ക്ഷേത്രങ്ങള്, പള്ളികള്, അതുപോലുള്ള മറ്റ് ആരാധനാലയങ്ങളൊക്കെ ധാരാളമുണ്ട്. അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ഇതിനെയെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ, ശബരിമലയിൽ സമയം അതിക്രമിച്ചെങ്കിൽ പോലും ഞാൻ പറഞ്ഞ് തീർക്കുകയാണ്. അതായത് ശബരിമലയിൽ വലിയൊരു ബുദ്ധിമുട്ടെന്ന് അപ്പം ഞാൻ പറയുന്നത്, നടത്തുന്നതിന് മുമ്പ് സർക്കാർ ചെയ്യേണ്ടത് അവിടെ കൃത്യമായ ഒരു ഗതാഗത നിയന്ത്രണ സംവിധാനം ഉണ്ടാകും. അതായത് മണിക്കൂറുകളോളം വാഹനങ്ങൾ ശബരിമലയിലേക്ക് വരുന്നവർ വഴിയിൽ കിടക്കുകയും വെള്ളം പോലും കുടിക്കാനില്ലാതെ പല സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോവുകയും അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ല വേണ്ടത്. ഇത് വളരെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഉള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, ആ ക്ഷേത്രത്തിന് സമീപം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. ഞാൻ തിരുവനന്തപുരം നഗരത്തിന്റെ മധ്യത്തിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, അവിടെ നിരവധി വലിയ ഭക്തജനങ്ങൾ വരുന്ന, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പോലെ അത്ര ആഗോള പ്രശസ്തി ഇല്ലെങ്കിലും ഭക്തന്മാരുടെ എണ്ണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ സൗകര്യമില്ലാതെ ആൾക്കാർ ഓടി നടക്കുന്നത്, പ്രാഥമിക സൗകര്യങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിസരത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സർക്കാരിന് ഈ ആഗോള സംഗമം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു വലിയ ഒരു ആഘോഷം നടത്തുകയും പുറത്തുനിന്ന് ധനം കൊണ്ടുവരാനുള്ള എങ്ങനെയെങ്കിലും പൈസ ആർജിച്ചെടുക്കുകയും അത് ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കുക, ദുർവിനിയോഗമൊക്കെ ചെയ്യാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന മഹാമഹങ്ങളാണ്. അത് സർക്കാരിന് ഇമേജ് കൊണ്ടുവരാനും അതുപോലെ തന്നെ സർക്കാർ ഏതാണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു തന്ത്രം. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു സംഭവം അത് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അതായത് ഭക്തജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക. അല്ല, നമുക്ക് തൽക്കാലം ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല.
കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ.